ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് ചെറിയ ബ്രീഡുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗേജാണ്. ഈ ഡാഷ് കണ്ട് പൊമേറിയൻ അങ്ങനെയുള്ള ബ്രീഡുകൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നായ്ക്കൂടാണിത്. 4'3" ഇതിന്റെ സൈസ് വരുന്നത്. 4 അടി നീളവും 3 അടി വീതി, ഇവിടെ വരെ 3 അടി ഹൈറ്റ്. പിന്നെ ഫ്രണ്ടില് 1/2 ഇഞ്ചിന്റെ ജിയുടെ സ്ക്വയർ പൈപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ കൊടുത്തിരിക്കുന്നത് 6mm മെഷ്, പിന്നെ JSWന്റെ റൂഫിംഗ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ACPയുടെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ ചൂടുള്ളിലേക്ക് എടുക്കാതിരിക്കാനായിട്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും തെർമോക്കോൾ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ചൂട് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനെ കയറിക്കെടുക്കാനായിട്ട് നമ്മളൊരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില് ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കൊടുക്കേണ്ട ബൗള്, നായ്ക്കുട്ടി പുറത്തേക്കും ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പോലും നമ്മളൊരു ഗാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത് ബർജറിന്റെ അപ്പോക്സിൻ, എല്ലാം സ്പ്രേ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേസ്റ്റ് ഒക്കെ പോകാനായിട്ടുള്ള ട്രേ കൊടുത്തിട്ടുണ്ട് താഴെ. അതുപോലെ തന്നെ കയറാനായിട്ടുള്ള റാമ്പ് അങ്ങനെ. ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് പാത്തി. നമ്മൾ ഡ്രൈനേജിന്റെ ഒരു ടാങ്ക് എന്തെങ്കിലും കുഴിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം വന്ന് ഈ ടാങ്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളൊന്നും കൂടിന്റെ പരിസരത്ത് കുറവായിരിക്കും. ഇത് 4'3" സൈസ്, അതുപോലെ തന്നെ ഇതും 4'3" തന്നെയാണ്. ഇതിന്റെ 4'3", ഇതിന്റെ സൈഡെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് പോളികാർബൺ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് സൈഡില്. അത് മഴവെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അധികം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോളികാർബൺ ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിയെല്ലാം സെയിം തന്നെ. ജിയുടെ പൈപ്പും, പിന്നെ കയറാനായിട്ടുള്ള റാമ്പും, പിന്നെ അതുപോലെ തന്നെ ജിൻഡാലിന്റെ റൂഫിംഗ് ഷീറ്റ്, ACPയുടെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്, ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടിയിലും ഇതിന് വേസ്റ്റ് ട്രേ കൊടുത്തിട്ടുണ്ട്. ഇതും ചെറിയ ബ്രീഡിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഡാഷ് ഉണ്ട് എന്നുള്ള ബ്രീഡിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്ഥലം എന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്, കുന്നംകുളം. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. കിലോമീറ്ററിന് ഇപ്പം 38 രൂപയായിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ. വൺ സൈഡ് മാത്രം, അങ്ങോട്ടേക്കുള്ള ദൂരത്തിന്റെ മാത്രമായിട്ടാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ ഫുൾ ഫിനിഷിങ്ങിലാണ് എല്ലാം വർക്കുകളെന്നെല്ലാം ചെയ്യുന്നത്. എല്ലാം നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ബഫ് ചെയ്തിട്ട് അതിന് ശേഷമാണ് എല്ലാം പെയിന്റിങ് ചെയ്യുന്നത്. എല്ലാം സ്പ്രേ പെയിന്റ് ആണ് ചെയ്യണത്. ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോറ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇതിന്റെ സൈഡിൽ ഫുള്ള് നമ്മൾ പോളികാർബൺ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ വേസ്റ്റ് ട്രേ പോണത്. നമുക്ക് ഓർഡർ തന്നിട്ട് നമുക്കൊരു 10 ദിവസം സമയം എടുക്കും. 10 മുതൽ 15 ദിവസം സമയം എടുക്കും ചെയ്ത് തരാനായിട്ട്. താല്പര്യമുള്ള ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക്സ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള കൂടാണ്. ഇത് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ഒന്നല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഹെവി ടൈപ്പാണ് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ബ്രീഡിനായാലും നമ്മൾ അതിൻ്റെതായ ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്കിത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. കിലോമീറ്ററിന് 38 രൂപ വെച്ചിട്ട്.